ക്രിസ്റ്റ പറഞ്ഞായിരുന്നു. പിന്നെ ആരാ? സ്റ്റെഫി ഉണ്ട് തോന്നുന്നു അല്ലേ? സൂര്യ ആയിരിക്കും അല്ല, സൂര്യ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. സ്ക്രീൻ വിസിബിൾ ആണോ എല്ലാവർക്കും? ഓക്കെ. നമ്മൾ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ആണ്, ലെജൻഡർ പോളിനോമിയൽസിനെ കുറിച്ചാണ് പഠിക്കാൻ പോണത്. ലെജൻഡർ ഇക്വേഷൻ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. അതിന്റെ നമ്മൾ ബിഹേവിയർ നോക്കിയിട്ടുണ്ട് അറ്റ് x = 0. ലെജൻഡർ ഇക്വേഷൻ നമുക്ക് ഓർമ്മ വേണം. 1 - x² ഹോൾ ഇൻറ്റു y ഡബിൾ ഡാഷ് മൈനസ് 2xy ഡാഷ് പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു y = 0. ഇതാണ് ലെജൻഡർ ഇക്വേഷൻ. ഇവിടെ n എന്ന് പറയുന്നത് ഒരു നോൺ നെഗറ്റീവ് ഇന്റിജർ ആയിരിക്കും. ഓക്കെ, നെഗറ്റീവ് അല്ലാത്തത്. n നെഗറ്റീവ് ആണെങ്കിൽ n -1 ആയാൽ ഈ ക്വാണ്ടിറ്റി ഇവിടെ y-ന്റെ കോഎഫിഷ്യന്റ് ഉണ്ടാവില്ല, 0 ആയി മാറും. ഓക്കെ, സോ വി ടേക്ക് n ടു ബി എ നോൺ നെഗറ്റീവ് ഇന്റിജർ. Then we have already studied that x = 0 is an ordinary point, and we have found solution near x = 0. നമ്മൾ പവർ സീരീസ് സൊല്യൂഷൻ മെത്തേഡ് വെച്ച് ഫസ്റ്റ് ചാപ്റ്ററിന്റെ തുടക്കം നമ്മൾ ചെയ്തായിരുന്നു. അതിന് നമുക്ക് 2 സീരീസ് സൊല്യൂഷൻ കിട്ടി. And that series solution is analytic for mod x less than 1. And നമുക്ക് അവിടുന്ന് കിട്ടി ലെജൻഡർ സീരീസ് എപ്പോഴാണ് സ്റ്റോപ്പ് ആവുക, ലെജൻഡർ പോളിനോമിയൽസ് ആയിട്ട് എപ്പോഴാണ് മാറുക എന്നൊക്കെ നമ്മൾ അവിടെ കണ്ടായിരുന്നു. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ബിഹേവിയർ ഓഫ് ദിസ് ഇക്വേഷൻ അറ്റ് x = 1 ആണ്. x = 0 ഓർഡിനറി പോയിന്റ് ആയിരുന്നു, പക്ഷെ x = 1 ഒരു ഓർഡിനറി പോയിന്റ് അല്ല. ബിക്കോസ് x = 1 നമ്മൾ നോക്കുമ്പോൾ ഇവിടെ p of x എന്ന് പറയുന്നത് എന്താണ്, -2x/1 - x² ആണ് p of x. അപ്പൊ x = 1 p of x ഉം q of x ഉം അനലിറ്റിക് അല്ല. സോ x = 1 is not an ordinary point, it is a singular point. അതേപോലെ നമ്മൾ റെഗുലർ സിംഗുലർ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം, സാധാരണ ചെയ്യുന്ന പോലെ. അപ്പൊ നമുക്ക് x = 1 അവിടുത്തെ ബിഹേവിയർ എന്താന്ന് അറിയണം. Okay, so we use a substitution here. നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈപ്പർജോമെട്രിക്കലി ചെയ്യുന്ന പോലെ തന്നെ ഇതേപോലെ നമ്മൾ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യാണ്. t = 1 - x/2. അങ്ങനെയാണെങ്കിൽ x-ന് 1 കൊടുക്കുമ്പോൾ ഇറ്റ് കറസ്പോണ്ട്സ് ടു t = 0. So when x = 1 we have t = 0. സോ t 1 - x/2 ആണെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് കഴിഞ്ഞ ഹൈപ്പർജോമെട്രിക് ഇക്വേഷനിലൊക്കെ ചെയ്ത പോലെ തന്നെ y ഡാഷും y ഡബിൾ ഡാഷും കണ്ടുപിടിച്ച് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിനെ ഹൈപ്പർജോമെട്രിക് ഇക്വേഷന്റെ ഫോമിൽ സോൾവ് ചെയ്യാനാണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പൊ ലെജൻഡർ ഇക്വേഷനെ നമ്മൾ ഹൈപ്പർജോമെട്രിക് ഫംഗ്ഷന്റെ ഫോമിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ 1 - x/2 കൊടുത്തു. അപ്പൊ ഇനി അവിടുന്ന് dt/dx ഡയറക്റ്റ് ഡിഫറൻസിയേഷൻ ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ നമുക്ക് -1/2 എന്ന് കിട്ടും. y ഡാഷ് ഫസ്റ്റ് ഡെറിവേറ്റീവ് dy/dx നമുക്ക് dy/dt ഇൻറ്റു dt/dx. dt/dx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, -12 dy/dt അങ്ങനെ തന്നെ എഴുതി. സെക്കൻഡ് ഡെറിവേറ്റീവ് y ഡബിൾ ഡാഷ് d² y/dx² ആണ്, which is nothing but d/dx of dy/dx. dy/dx നമുക്ക് dy/dt യുടെ ടേംസിൽ കിട്ടി, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, -12 dy/dt. ഇനി ഇവിടെ നമ്മൾ d/dx അല്ല d/dt ഇൻറ്റു dt/dx. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു t ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു dt ഇൻട്രൊഡ്യൂസ് ചെയ്തു. dt/dxന്റെ വാല്യൂ -12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, d/dt of -12 dy/dt. അപ്പൊ -12 കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുത്താൽ d² y/dt² എന്ന് കിട്ടും. പിന്നെ dt/dxന്റെ വാല്യൂ -12, ഇപ്പൊ 2 മൈനസ് ആയി, പ്ലസ് 1/4 d² y/dt² എന്ന് കിട്ടി, y ഡബിൾ ഡാഷ്. വാല്യൂസ് എല്ലാം കിട്ടിയാൽ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 - x² എന്നാണ്. അപ്പോ x എന്താണ്, ടിയുടെ വാല്യൂ 1 - x/2 ആണ്. ഇവിടുന്ന് നമുക്ക് 1 - x² എഴുതാം. 1 - x² നമുക്ക് വേണമെങ്കിൽ 1 - x × 1 + x എഴുതാം.
അപ്പൊ ഇവിടുന്ന് 1 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 2t കിട്ടും. അപ്പൊ നമുക്ക് 1 പ്ലസ് എക്സ് എന്താന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എല്ലാം നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോമാണിത്. ടി ഇൻറ്റു 1 മൈനസ് ടി ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് 1 minus 2t dy by dt plus n into n plus 1 y equal to 0. ഇവിടെ ഒരു equal to വേണ്ട കേട്ടോ. ഒരു ഇക്വേഷനിൽ this equal to 0. So equation number 2 നോക്കാം. Now this is in the hypergeometric equation ന്റെ ഫോമിലാണ് ഇത് കിടക്കുന്നത്. With different a, b and c. നമ്മൾ ഹൈപ്പർജോമെട്രിക് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് എന്തായിരുന്നു? സി വൈ ആൻഡ് എക്സിലാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ എക്സിന് പകരം ടി ആണ്. പിന്നെ സി മൈനസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് 1 ഇൻറ്റു എക്സ് അങ്ങനെയല്ലേ അവിടെ ഉണ്ടായിരുന്നേ. അപ്പൊ ഇവിടെ സിക്ക് പകരം ഇവിടെ എന്താ വരുന്നേ? എന്താണ് ഇവിടെ സി? സി 1 ആണ്. കാരണം സി മൈനസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് 1. എ പ്ലസ് ബി പ്ലസ് 1 2 ആണ്. സോ എ പ്ലസ് ബി ഇസ് 1. അപ്പൊ എ പ്ലസ് ബി 1 ആണ്. ഇനി പ്രൊഡക്റ്റ് നമ്മൾ അവിടെ ഇക്വേഷനിൽ ഒരു മൈനസ് ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടാവേണ്ടതാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മൈനസ് എ ബി ആണ് നമ്മുടെ എൻ ഇൻറ്റു എൻ പ്ലസ് 1. അപ്പൊ അവിടുന്ന് എ ബി എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് എൻ ഇൻറ്റു എൻ പ്ലസ് 1. അപ്പൊ പ്രൊഡക്റ്റ് മൈനസ് എൻ ഇൻറ്റു എൻ പ്ലസ് 1 വരണം, സമ്മ് ചെയ്യുമ്പോൾ 1 വരണം. അപ്പൊ നമുക്ക് അതനുസരിച്ച് വാല്യൂസ് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എനെ ഞാൻ മൈനസ് എന്നും ബിനെ എൻ പ്ലസ് 1 എന്ന് കൊടുത്തു. അപ്പൊ ഞാൻ സം ചെയ്യുമ്പോൾ എനിക്ക് 1 എന്ന് കിട്ടും. എ പ്ലസ് ബി 1 ആണ്. പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ മൈനസ് എൻ ഇൻറ്റു എൻ പ്ലസ് 1 എന്ന് കിട്ടും. എനിക്ക് എയും ബിയും തിരിച്ചും എടുക്കാം, യാതൊരു തെറ്റില്ല. വേണമെങ്കിൽ എക്ക് എൻ പ്ലസ് 1 എടുക്കാം, ബിക്ക് മൈനസ് എൻ എടുക്കാം, യാതൊരു കുഴപ്പമില്ല. നമുക്ക് ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. പ്രൊഡക്റ്റ് ചെയ്താൽ മൈനസ് എൻ ഇൻറ്റു എൻ പ്ലസ് 1 കിട്ടണം, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടണം. സോ വി ക്യാൻ ചൂസ് ആസ് പെർ അവർ റിസൾട്ട്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എ ബി സി ഒക്കെ കിട്ടിയാൽ നമുക്ക് എന്ത് എഴുതാം? ഇത് ഹൈപ്പർജിയോമെട്രിക് ഇക്വേഷൻ വെച്ചിട്ട് എക്സ് ഈക്വൽ ടു 1 കറസ്പോണ്ട്സ് ടു ടി ഈക്വൽ ടു 0. അപ്പൊ ടി ഈക്വൽ ടു 0ന്റെ ഒരു സൊല്യൂഷൻ നമ്മൾ ഇവിടെ എഴുതുകയാണ്, y1. സോ ഇറ്റ് ഇസ് എഫ് ഓഫ് എ ബി സി എക്സ് എന്നായിരുന്നല്ലോ. സോ എ ഇവിടെ മൈനസ് എൻ, ബി എൻ പ്ലസ് 1, സി 1 കോളൻ എക്സിന് പകരം ഇവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ടി ആണ്. അപ്പൊ നമുക്ക് ഒരെണ്ണം കിട്ടി. y1 എന്താണെന്ന് കിട്ടി, ഒരു സൊല്യൂഷൻ കിട്ടി. ഇനി നമ്മളിവിടെ റൂട്ട്സ് നമുക്ക് ഹൈപ്പർജിയോമെട്രിക്കില് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. റൂട്ട്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ 0 and 1 മൈനസ് സി ആയിരുന്നു അല്ലെ? 0 1 മൈനസ് സിയിലും. പക്ഷെ ഈ കേസിൽ നമുക്ക് ഇവിടെ സി 1 ആണ് കിട്ടിയത്. സി 1 ആവുമ്പോ എന്താ ഉണ്ടാവണേ? 1 മൈനസ് 1 0 എന്ന് പറഞ്ഞാൽ രണ്ട് റൂട്ടും 0 ആണ്. അപ്പൊ നമ്മൾ എടുത്ത ഈ ഹൈപ്പർജിയോമെട്രിക് ഇക്വേഷന്റെ നമ്മൾ ചെയ്തു വരുമ്പോ ഹൈപ്പർജിയോമെട്രിക് ഫോമിലാണല്ലോ ഇപ്പൊ ഇക്വേഷൻ കിടക്കുന്നത്. ഈ ഹൈപ്പർജിയോമെട്രിക് ഇക്വേഷൻ ജനറൽ ഹൈപ്പർജിയോമെട്രിക് ഇക്വേഷൻ നമ്മൾ മുന്നേ സോൾവ് ചെയ്തു. അപ്പൊ നമുക്ക് അവിടെ കിട്ടിയ റൂട്ട്സ് എന്തായിരുന്നു? 0ഉം 1 മൈനസ് സിയും. പിന്നെ നമ്മൾ ഓരോന്ന് ക്ലാസിഫൈ ചെയ്തു അല്ലെ? എപ്പോഴാണ് ഒരു രണ്ട് കേസ് ആയിട്ട് നമ്മൾ അവിടെ ചെയ്തു. അപ്പോ അവിടെ നമ്മൾ നോക്കുമ്പോ പക്ഷെ ഈ കേസിൽ സി 1 ആണ്. സി 1 ആയ കാരണം 1 മൈനസ് സി എന്തായി? 0 ആയി. എന്ന് പറഞ്ഞാൽ M1ഉം M2ഉം രണ്ടും 0 ആണ്. അപ്പൊ നമുക്ക് ഈക്വൽ റൂട്ട്സ് ആണ്. ഈക്വൽ റൂട്ട്സ് ആണെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ച സൊല്യൂഷൻ പോലെ ചെയ്യാൻ പറ്റില്ല. ഈക്വൽ റൂട്ട്സ് ആവുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്കൊരു സെക്കൻഡ് സൊല്യൂഷൻ വേണം, വിച്ച് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഫസ്റ്റ് വൺ. ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് സൊല്യൂഷൻ വേണം. ഈ ഒരു മെത്തേഡ് നിങ്ങൾ വേണമെങ്കിൽ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടാവും. ഇഫ് y1 is one of the solution, then another independent solution y2 can be found out by y2 equal to some v into y1. v ഒരു കോൺസ്റ്റന്റ് അല്ല, v എങ്ങനെ കണ്ടുപിടിക്കുക? കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് ഡിപെൻഡന്റ് ആയി. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് വേണ്ടേ. y1 ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടിയാൽ ടു ഫൈൻഡ് another solution y2 we have y2 equal to v into y1, where v is not a constant. And how can we find v? We have the formula that v dash derivative of v is
1 by y1 square e raised to minus integral p dt. 1 by y1 square. So y1 is the first solution. E raised to minus integral p dt. P എന്ന് പറഞ്ഞാൽ നമ്മുടെ p of x. നമ്മുടെ ഇക്വേഷനിലെ p of x എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ 2 p of t എന്നാണ് ഇവിടെ വരിക. So it is 1 minus 2t by t into 1 minus t. അതാണ് നമ്മുടെ p of t. അപ്പം ഇത് ഈ ഫോമുല നിങ്ങൾക്ക് ചിലർ വേണമെങ്കിൽ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടാവും. നമുക്കിത് പല ഇക്വേഷൻസിലൊക്കെ യൂസ് ചെയ്യാം. ചില ക്വസ്റ്റ്യൻസിൽ ഇപ്പോ തന്നിട്ടുണ്ടാവും ഒരു സൊല്യൂഷൻ ഇതാണ്, ഫൈൻഡ് ദ നെക്സ്റ്റ് ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ. സോ വി ക്യാൻ യൂസ് ദിസ് ഫോമുല. ഓക്കെ, പ്രൊവൈഡഡ് ദ ഇക്വേഷൻ ലീനിയർ ആയിരിക്കണം, കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ വി ഡാഷ് കിട്ടി. വി ഡാഷിന്റെ ഫോമുലയാണ്. വി ഡാഷിന് നമുക്ക് വി കിട്ടണം. വി ഡാഷിന് വി ഡാഷ് ഡെറിവേറ്റീവ് ആണല്ലോ, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ വി കിട്ടും. സോ ഫസ്റ്റ് വി വിൽ സീ വാട്ട് ഇസ് വി ഡാഷ്. നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y1 സ്ക്വയർ നമ്മൾ അങ്ങനെ തന്നെ എഴുതി. സോ p, so 1 by y1 square e raised to minus integral 1 minus 2t by t into 1 minus t. ഇവിടെ നമുക്ക് ഇന്റഗ്രേഷൻ ഉണ്ട്. ടി ഡിനോമിനേറ്റർ നോക്കുകയാണെങ്കിൽ ടി മൈനസ് ടി സ്ക്വയർ ആണ്. സോ അതിന്റെ ഡെറിവേറ്റീവ് ആണ് 1 മൈനസ് 2t. അത് ന്യൂമറേറ്ററിലുണ്ട് 1 മൈനസ് 2t dt. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ് ചെയ്യേണ്ടത്. ടി ഇൻറ്റു 1 മൈനസ് ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ this will be of the form like integral du by u ഫോമിൽ ആയിരിക്കും. ഓക്കെ, യുക്ക് നമ്മൾ ടി ഇൻറ്റു 1 മൈനസ് ടി കൊടുത്താൽ നമുക്കറിയാം ദാറ്റ് ഇസ് ലോഗ് യു. അപ്പൊ മൈനസ് സൈൻ അവിടെ ഉണ്ട്. സോ മൈനസ് ലോഗ് ടി ഇൻറ്റു 1 മൈനസ് ടി എന്ന് കിട്ടും. ഇ റേസ് ടു മൈനസ് ലോഗ് ടി ഇൻറ്റു 1 മൈനസ് ടി. We know that exponential function and logarithmic functions are inverses of each other. Okay, then a log minus log idana, so this minus will go to the power t. So this is e raised to log t into 1 minus t whole raised to minus 1. Appo e raised to log varumba the identity ay marum. So this is 1 by y1 square t into 1 minus t whole raised to minus 1, which means 1 by y1 square 1 by t into 1 minus t. So then just ഈ ഒരു ഫോമുല എഴുതാണ്. 1 by t outside എടുത്തിട്ട് 1 by y1 square into 1 minus t. ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. Okay. ഓക്കെ, അപ്പൊ ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആണ്. നമുക്ക് വി ഡാഷ് എന്താന്ന് കിട്ടി. ഇനി നമ്മളിവിടെ വേറൊരു എക്സ്പ്രഷൻ എഴുതുകയാണ്. ഈ 1 by y1 square into 1 minus t നെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തല്ലോ. ഇതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ വേറൊരു എക്സ്പ്രഷൻ എഴുതണം. അപ്പൊ നമ്മുടെ y1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? y1 നമ്മളിവിടെ ഫസ്റ്റ് സൊല്യൂഷൻ ആണ്. y1 എന്ന് പറഞ്ഞാൽ f of minus n plus 1 1t. So this is a hypergeometric series ആണ്. f of a b c x ഫോമിൽ ഉള്ളത്. അതിന്റെ എക്സ്പാൻഷൻ എന്താണെന്ന് നമുക്കറിയാം. അതിന്റെ എക്സ്പാൻഷൻ എന്താണ്? 1 പ്ലസ് അല്ലെ a into b x by 1 into c അല്ലെ, പ്ലസ് അടുത്തത് a into a plus 1 b into b plus 1 1 into c plus 1 അങ്ങനെ പോണു. x സ്ക്വയർ അങ്ങനെ പോണു. അപ്പൊ അതിന്റെ ഫസ്റ്റ് ടേം 1 ആണ്. 1 പ്ലസ് എന്നല്ലേ ഈ ഹൈപ്പർജോമെട്രിക് ഫംഗ്ഷന്റെ എക്സ്പാൻഷൻ. ഹൈപ്പർജോമെട്രിക് സീരീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിന്റെ എക്സ്പാൻഷൻ നോക്കുമ്പോൾ അതിൽ ഫസ്റ്റ് ടേം 1 ആണ്. y1 സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിനെ മൊത്തം നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കോൺസ്റ്റന്റ് ടേം 1 ആയിട്ട് തന്നെ കിട്ടും. അതിന് y1 സ്ക്വയറിൽ നമുക്ക് കോൺസ്റ്റന്റ് ടേം 1 ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് എന്താ പറയാം, ഈ ബ്രാക്കറ്റിലുള്ള ടേം വൺ ബൈ y1 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ടി എന്ന് പറയാനുള്ള ഈ ഒരു ടേം, ഇവിടെയുള്ള ടേം ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണ് നമുക്ക് പറയാം.
ഓക്കെ, അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിനൊരു പവർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും അബൌട്ട് ടി ഈക്വൽ ടു 0. അതിന് യാതൊരു പ്രശ്നവും വരില്ല. ഓക്കെ, ഇതും ഒരു 1+ എന്നുള്ള ഫോമിലായിരിക്കും. അപ്പോ 1 മൈനസ് ടി ഹോൾ റേസ് ടു -1 ആണെങ്കിൽ നമുക്ക് അറിയാം അതിന്റെ എക്സ്പാൻഷൻ എന്താ, 1 + ടി + ടി സ്ക്വയർ + എക്സെട്ര. അപ്പൊ ഇതും ആ ഫോമിലാണ് കിടക്കുന്നത്. ഇതിന്റെ പ്രൊഡക്റ്റ് ആണ് ഹോൾ റേസ് ടു -1. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 + ടി അങ്ങനെ എന്തെങ്കിലും ഫോമിലായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ടേം, ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലത്തെ ഈ ടേം ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണ് അബൌട്ട് ടി ഈക്വൽ ടു 0 എന്ന് പറയാം. സോ ഇറ്റ് വിൽ ഹാവ് അതിനൊരു പവർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും അബൌട്ട് ടി ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് 1/y1² × 1 - t ഈ ബ്രാക്കറ്റിലുള്ള ടേമിന് പകരം എന്താ അതിന്റെ പവർ സീരീസ് എഴുതാം, 1 + a1t + a2t² + എക്സെട്ര. നമുക്കിത് a1 a2 എന്താന്ന് അറിയില്ല, എനി കോയിഫിഷ്യൻസ് എന്തെങ്കിലും കോയിഫിഷ്യൻസ് ആയിരിക്കും ഇത്. ബട്ട് ടി ഈക്വൽ ടു 0 അതിനൊരു അനലിറ്റിക് എക്സ്പാൻഷൻ ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. ഫസ്റ്റ് ടേം 1 ആണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം നമുക്കറിയാം 1 - x ഹോൾ റേസ് ടു -1 എന്ന് എഴുതിയാൽ അതിന്റെ എക്സ്പാൻഷൻ 1 + x + x² + എക്സെട്ര ആണ്. ഈ y1² is something like 1+ ഫോമിലാണ്. ഇത് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇത് മുകളിലേക്ക് പോകുമ്പോ ഇറ്റ് വിൽ 1 - x ഹോൾ റേസ് ടു -1 ഫോമിലായിരിക്കും. കോഎഫിഷ്യൻസ് എന്തും വരാം, പക്ഷെ ഫസ്റ്റ് ടേം 1 ആയിരിക്കും. സോ ഇറ്റ് വിൽ ഹാവ് എ പവർ സീരീസ് എക്സ്പാൻഷൻ at t equal to 0. അപ്പൊ നമുക്ക് ഈ ബ്രാക്കറ്റിലുള്ള ടേമിനെ മാത്രം 1 + a1t + a2t² അങ്ങനെ എഴുതാം. സോ വി വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഹിയർ. നമ്മുടെ LHS v' ആയിരുന്നു. സോ വി ഗോട്ട് v' equal to 1/t × 1 + a1t + a2t² + എക്സെട്ര. a1 a2 എന്താണെന്നൊന്നും നമുക്കറിയില്ല, കാരണം നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടില്ല, നമ്മൾ ഒരു ജനറൽ ആയിട്ട് അതിനെ എഴുതുകയാണ് ചെയ്തത്. സോ നമ്മൾ ഈ 1/t ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എടുത്തപ്പോ 1/t + a1 + a2t + എക്സെട്ര എന്ന് കിട്ടി. ഇത് നമ്മുടെ v' ആണ്. ടു ഗെറ്റ് v we have to integrate it with respect to t. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, v = 1/t log t a1t + a2t², a2t²/2 + എക്സെട്ര. ഇനിയുള്ളതിലൊക്കെ ടിയുടെ ഹയർ പവേഴ്സ് വരും. ഇതേപോലെ അങ്ങോട്ട് പോകും. v കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ y2 എഴുതാം. y2 is v × y1. സോ v നമുക്ക് ഇവിടെ കിട്ടി. ഇറ്റ്സ് നോട്ട് എ കോൺസ്റ്റന്റ്, ഒരു വേരിയബിൾ ആണ് ടിയിൽ ഇൻക്ലൂഡ് ചെയ്യണത്. ദാറ്റ് ഇൻടു y1. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് സൊല്യൂഷൻ y2 അബൌട്ട്. ഇവിടെ നമ്മുടെ രണ്ട് റൂട്ട്സും 0 ആണ്, ഈക്വൽ റൂട്ട്സ് ആണ്. So we have y equal to c1y1 plus c2y2 as the general solution. ഇത് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല മിസ്. ഓക്കെ, അപ്പൊ ഇനി നമ്മളിവിടെ കാണാൻ പോണത് ബൗണ്ടഡ് സൊല്യൂഷൻസ് ആണ്. നിയർ x = 1, x = 1 നെയ്ബർഹുഡിലുള്ള ബൗണ്ടഡ് സൊല്യൂഷൻസ് എന്താണെന്നാണ് നോക്കേണ്ടത്. നമുക്കിവിടെ y കിട്ടി, ഇതുവരെ കിട്ടി c1y1 + c2y2. പക്ഷെ y2ന്റെ നേച്ചർ നോക്കുമ്പോ എന്താ, ഇവിടെ y2 എന്ന് പറഞ്ഞാൽ ഇതാണ് log t + a1t + a2t²/2 + എക്സെട്ര ഹോൾ ഇൻടു y1. ഓക്കെ, നമ്മൾ അബൌട്ട് t = 0, x = 1 corresponds to t = 0. അല്ലെ, t = 0 നോക്കുമ്പോൾ നമുക്കറിയാം log 1 0 ആണ്. log 0 is not defined. അല്ലെ, log 0 ഡിഫൈൻഡ് അല്ല, log 1 ആണ് 0. പിന്നെ 1-നെക്കാട്ടും കുറവ് വാല്യൂസിന് അത് നെഗറ്റീവായി പോകണം. പിന്നെ log 0 അപ്പൊ ഡിഫൈൻഡ് അല്ല. 0-ഉം 1-ന്റെയും ഇടയിലത്തെ വാല്യൂസിന് അത് നെഗറ്റീവായി പോണു. പിന്നെ log 0 ഡിഫൈൻഡ് അല്ല. അപ്പോ നമുക്ക് ഇവിടെ ബൗണ്ടഡ് കിട്ടണമെങ്കിൽ എന്ത് വേണം, ഈ y2 ഉണ്ടാവാൻ പാടില്ല, കാരണം y2 log t വരുന്നുണ്ട്. ആൻഡ് അറ്റ് t = 0 it is not bounded. Okay,
സോ നമുക്ക് എന്തെടുക്കണം? ദിസ് C2 നമ്മൾ എന്തായാലും 0 ആയിട്ട് എടുക്കണം ടു ഗെറ്റ് എ ബൗണ്ടഡ് സൊല്യൂഷൻ നിയർ x equal to 1. As x equal to 1 corresponds to t equal to 0, to get a bounded solution at x equal to 1, we must take C2, this coefficient, C2 to be 0. C2 0 ആയേ പറ്റൂ, എന്നാലേ നമുക്കൊരു ബൗണ്ടഡ് സൊല്യൂഷൻ കിട്ടുള്ളൂ. C2 0 അല്ലെങ്കിൽ നമ്മുടെ സൊല്യൂഷനിൽ y2 ഉണ്ടാവും. y2 log t ഉണ്ട്. x equal to 1 corresponds to t equal to 0 and this log t is not defined at t equal to 0. അപ്പൊ നമുക്ക് ബൗണ്ടഡ് സൊല്യൂഷൻ വേണ്ട കാരണം നമ്മൾ C2 0 ആയിട്ട് എടുക്കും. C2 0 ആയി എടുത്താൽ നമുക്ക് എന്ത് കിട്ടി? y equal to C1 y1 എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ബൗണ്ടഡ് സൊല്യൂഷൻ ആണ്. ഓക്കെ, സോ നമ്മുടെ കയ്യിലുള്ള ബൗണ്ടഡ് സൊല്യൂഷൻ ആണ് y equal to C1 y1. C1 y1, y1 എന്തായിരുന്നു? y1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈപ്പർജിയോമെട്രിക് ഫംഗ്ഷൻ ആയിരുന്നു. എന്താണ്? f of minus n n plus 1 1 ടിക്ക് ഞാൻ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 1 minus x by 2. അപ്പൊ ഇതാണ് നമ്മുടെ ബൗണ്ടഡ് സൊല്യൂഷൻസ്. സോ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ലെജൻഡർ ഇക്വേഷൻ, ദ ബൗണ്ടഡ് സൊല്യൂഷൻസ് ഓഫ് ദ ലെജൻഡർ ഇക്വേഷൻ നിയർ x equal to 1 are nothing but the constant multiple of the hypergeometric function. അല്ലെ, ഒരു ഹൈപ്പർജിയോമെട്രിക് y equal to C1 y1. അപ്പൊ ഈ y എന്ന് പറഞ്ഞാൽ എന്താ? y1 കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾസ് ആണ്. എന്ന് പറഞ്ഞാൽ ലെജൻഡർ ഇക്വേഷന്റെ ബൗണ്ടഡ് സൊല്യൂഷൻ നിയർ x equal to 1 are precisely the constant multiples of the polynomial. ഇത് polynomial ആണെന്ന് പറയാം, കാരണം ഇത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഷോ ദാറ്റ് ദ solution of the legendary equation which are bounded near x equal to 1 are precisely the constant multiple of the polynomial, legender polynomial എന്നും പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ അവിടുന്ന് തൊട്ട് ഇതുവരെ ചെയ്യണം. ലെജൻഡറി ഇക്വേഷൻ എടുത്ത് ഇതുവരെ ചെയ്യണം. നമ്മൾ ഇവിടെ നമുക്ക് കിട്ടിയ ഈ പോളിനോമിയലിനെയാണ് നമ്മൾ nth ലെജൻഡർ പോളിനോമിയലിനെ ഡിഫൈൻ ചെയ്യുന്നത്. f of minus n n plus 1 1 1 minus x by 2. This is the nth legender polynomial and we define it by Pn of x. Pn of x വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. Pn of x. So Pn of x is f of minus n n plus 1 1 1 minus x by 2. അപ്പൊ നിങ്ങൾ പ്രൂവ് ചെയ്യുമ്പോൾ ഇതുവരെ എഴുതുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? y equal to C1 into Pn of x. Okay, y equal to C1 into Pn of x. That is the bounded solution of the legender equation near x equal to 1 are precisely the constant multiple of the legender polynomial Pn of x. Pn of x in the constant multiples ആണ് legender equation de x equal to 1 ലുള്ള bounded solution. Pn of x ഇനി ഇതെന്താ നോക്കാൻ വേണ്ടി ഇത് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്താണ്. f of abcx എക്സ്പാൻഷൻ നമുക്കറിയാം. ഓക്കെ, ആ എക്സ്പാൻഷൻ ആണത്. വേണമെന്നില്ല, ഇത് വേണമെന്നില്ല. ഓക്കെ, Pn of x നമ്മളിവിടെ Pn of x നമുക്ക് C1 into ഇതാണെന്ന് കിട്ടി. ഇതിന്റെ എക്സ്പാൻഷൻ നിങ്ങൾ ജസ്റ്റ് ഇത് എക്സ്പാൻഡ് ചെയ്ത് നോക്കുമ്പോൾ 1 പ്ലസ് ഇങ്ങനെ ടേം ആണല്ലോ വരണം. എല്ലാ ടേമിലും 1 minus x by 2 വരും. അപ്പൊ നമ്മള് x equal to 1 Pn of 1 ഇത് Pn of x ആണ്. അപ്പൊ Pn of 1 എന്ന് പറയുമ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ ഈ ടേംസ് സെക്കൻഡും തേർഡും ടേംസ് ഒക്കെ 0 ആയി പോകും. അപ്പൊ നമുക്ക് കിട്ടും Pn of 1 എന്ന് പറയുന്നത് 1 ആണ്. ബാക്കി ടേംസിലൊക്കെ 1 minus x ഉണ്ട്, അപ്പൊ അത് 0 ആയി പോകും. സോ വി വിൽ ഗെറ്റ് Pn of 1 is 1. Pn of 1 1 ആണെന്ന് ഇവിടെ നമുക്ക് കിട്ടും. നെക്സ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ ഉള്ളതില്? Okay. So next we have an important formula called the Rodriguez formula. Rodriguez formula helps us to find the legender polynomial of nth degree.
where n varies from 1, 2, 3, 4, etc. അപ്പൊ നമുക്ക് പി എൻ ഓഫ് എക്സ് നമ്മൾ ജനറലി ഡിഫൈൻ ചെയ്തു. പക്ഷെ എങ്ങനെയായിരിക്കും ഈ ലെജൻഡർ പോളിനോമിയൽസ് ഡിഗ്രി 1, ഡിഗ്രി 2, ഡിഗ്രി 3 ഉള്ളതൊക്കെ എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലിസിറ്റ് ഫോർമുലയാണ് നമുക്ക് റോഡ്രിഗസ് ഫോർമുലയിൽ നിന്ന് കിട്ടുന്നത്. സോ റോഡ്രിഗസ് ഫോർമുല ഇസ് ഇമ്പോർട്ടൻറ്റ്, അതിന്റെ ഡെറിവേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, so the formula is given by Pn of x. So Pn of x always denote Legendre polynomial of degree n. It is given by 1 by 2 raised to n factorial, nth derivative of d power n dx raised to n varna nth derivative of x square minus 1 whole raised to n, where n varies from 1 to 3, etc. So this is the general formula for the nth degree Legendre polynomials. When you put n equal to 1, we will get the first degree Legendre polynomial p1 of x. So 1 by 2 raised to 1, 1 factorial. First derivative, n 1 anengil first derivative d by dx of x square minus 1. So this is 2x, 2 will get cancelled. So we'll get p1 of x equal to x. So Legendre polynomial, first degree Legendre polynomial is x. Now when you put n equal to 2, you will get the second degree polynomial. ഇതെല്ലാം നിങ്ങൾ തന്നെ ചെയ്ത് നോക്കേണ്ടതാണ്. ഓക്കെ, നിങ്ങൾ നോട്ടിൽ ഇങ്ങനെ എഴുതുകയാണെങ്കിലും ഇത് ഞാൻ ക്ലാസ്സിൽ ചെയ്യുമ്പോഴൊക്കെ ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യാറ്. നോട്ട് ഇപ്പൊ ഉള്ള കാരണം നിങ്ങൾ റഫിലൊക്കെ ചെയ്ത് നോക്കുക. നമ്മൾ എപ്പോ തന്നെ ചെയ്യണു അപ്പൊ മാത്രമേ നമുക്ക് എക്സാമിനും ചെയ്യാൻ കിട്ടുള്ളൂ. So n equal to 2, when you put n equal to 2, നമ്മുടെ ലെജൻഡർ പോളിനോമിയൽ, അപ്പൊ നമ്മൾ കുറെ വട്ടം ഫോർമുലയിൽ ഇട്ട് ചെയ്യുമ്പോൾ ഫോർമുല വീണ്ടും എഴുതുമ്പോൾ നമ്മൾ തന്നെ പഠിക്കും. അതിനാണ് പറയണത് തന്നെ ചെയ്യുക എന്നുള്ളത്. കുറെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കത് ബൈ ഹാർട്ട് ആവും, അത് പിന്നെ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും. ഓക്കെ, നമ്മളിത് നോക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം ഓർമ്മ കിട്ടില്ല. എന്നിന് 2 കൊടുക്കുമ്പോൾ അതേപോലെ 1 by 2 square, 2 factorial, second derivative of x square minus 1 whole square. So first you find the first derivative. അപ്പോൾ നമുക്ക് ഇവിടെ d by dx അവിടെ തന്നെ ഉണ്ടാവും. ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്താ വരിക? 2 into x square minus 1 into derivative of x square is 2x. Simplify 2 into 2 4, outside എടുക്കാം, ഇവിടെ 8 ആയിട്ട് ക്യാൻസൽ ചെയ്യും. d by dx of x into x square minus 1, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് റൂൾ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താവും നല്ലത്, കാരണം ദിസ് ഇസ് എക്സ് ക്യൂബ് മൈനസ് എക്സ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ഹാഫ് ഇൻറ്റു 3x square minus 1. This is the second degree Legendre polynomial. Now similarly, when you put n equal to 3, ഇതെല്ലാം നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. n equal to 3 കിട്ടുമ്പോൾ എന്താ വരണേ? ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് Now express the following in terms of Legendre polynomials. It's important. അപ്പൊ നമുക്ക് ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, 4x cube minus 2x square minus 3x plus 8. ഇതിന് നമുക്ക് Legendre polynomialsന്റെ രൂപത്തിൽ എഴുതണം. It means that we should not have x, but instead of that we should have some p2, p3, p4. അങ്ങനെ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ p0 of x, n 0 ആകുമ്പോ എന്താ വരിക? Legendre polynomial p0 of x എന്താണ്? When n equal to 0, what will you get? അല്ല മിസ് വരാ 1 ആണ് വരിക, കാരണം എന്നിന് നമ്മൾ 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് 1 എന്നാണ് വരിക. അപ്പൊ നമ്മൾ അത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, p0 of x is equal to 1. പിന്നെ
P1, P2, P3 വരെ നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം നമുക്ക് ഇത് ബൈ ചാൻസ് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. സോ P0 1 ആണ്, P1 x ആണ്, P2 of x എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു 3x² - 1 ആണ്. അപ്പൊ ഇവിടുന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സ്, എക്സ് ക്യൂബ്, എക്സ് സ്ക്വയർ ഇതിനൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കണം. നമുക്ക് എക്സ് കാണുന്നിടത്തൊക്കെ എന്ത് എഴുതാം, P1 of x എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ഉള്ളത് ഇതൊന്നും തന്നെ നമുക്ക് ഇവിടെ തേർഡ് ഡിഗ്രി ആയി കാരണം P2 ഒക്കെ വരണം. P2 നമുക്കറിയാം, P2 is ഹാഫ് ഇൻറ്റു 3x² - 1. അപ്പൊ ഇവിടുന്ന് നമ്മൾ x² എന്താന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, P2 is ഹാഫ് ഇൻറ്റു 3x² - 1. അപ്പൊ നമുക്ക് കിട്ടും 3x² - 1 is equal to 2P2. 3x² is 2P2 plus 1. So x² is 2/3P2 plus 1/3P0. P0 എന്ന് എങ്ങനെ എഴുതിയ, ഞാൻ 1ന് എനിക്ക് P0 എന്ന് എഴുതാം. അപ്പൊ എനിക്ക് x² സ്ഥലത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ x² അങ്ങനെ കിട്ടി. x³ കിട്ടണമെങ്കിൽ എന്ത് വേണം, P3 എഴുതണം ഞാൻ. P3 is ഹാഫ് ഇൻറ്റു 5x³ - 3x. ഇവിടുന്ന് ഞാൻ x³ എന്താന്ന് കണ്ടുപിടിക്കുക. എക്സിന് പകരം എനിക്ക് എന്ത് എഴുതാം, P1 എന്ന് എഴുതാം. അങ്ങനെ P1, P2, P3. അപ്പൊ നമ്മുടെ എത്ര ഡിഗ്രി ഉണ്ട് അത്രയും വരണം. ഇപ്പൊ തേർഡ് ഡിഗ്രി എഴുതി കഴിഞ്ഞാൽ P3 വരെ നമ്മൾ യൂസ് ചെയ്യണം. കാരണം P3യിലാണ് ക്യൂബ് വരുന്നത്. എല്ലാം വാല്യൂസും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷനിൽ 4x³ - 2x² - 3x + 8 നമ്മളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x³ വാല്യൂ, x² വാല്യൂ, എക്സിന്റെ വാല്യൂ. 8ന് നമുക്ക് 8P0 എന്ന് എഴുതാം, കാരണം P0 1 ആണ്. ഓക്കെ, പിന്നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. P3 ഉള്ള ടേംസ് കളക്ട് ചെയ്യുക, P2 ഉള്ളത് കളക്ട് ചെയ്യുക, P1 ഉള്ളത് കളക്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, 8/5P3 - 4/3P2 - 3/5P1 plus 22/3P0. നമ്മൾ ലെജൻഡർ പോളിനോമിയൽസിന്റെ ടേംസിൽ തന്ന പോളിനോമിയലിൽ എഴുതി. So when we write it in terms of legender polynomials, നമുക്ക് x³ എന്നുള്ള ടേംസ് ഒന്നും ഉണ്ടാവില്ല. എവറിത്തിങ് ഷുഡ് ബി ഇൻ P1, P2, P3 ആ ഫോമിലായിരിക്കണം. ഓക്കെ, അപ്പം റോഡ്രിഗസ് ഫോർമുല വെച്ചിട്ട് ഇങ്ങനത്തെ പ്രോബ്ലംസ് ചിലപ്പോൾ പാർട്ട് എയിലോ ബിയിലോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റോഡ്രിഗസ് ഫോർമുലയുടെ ഡെറിവേഷനും ഇമ്പോർട്ടന്റ് ആണ്, അതും നമുക്ക് നോക്കാം. അതിനു മുന്നേ we will study something about generating function of a legender polynomial. Generating function എന്ന് പറഞ്ഞാൽ ബൈ വേർഡ് മീനിങ് എന്താ, അതിനെ ജനറേറ്റ് ചെയ്യുക. ലെജൻഡർ പോളിനോമിയൽസിനെ ജനറേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ പറയാം ജനറേറ്റിംഗ് ഫംഗ്ഷൻ. ഇങ്ങനെ അത് ജനറേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പാൻഷൻ എഴുതുമ്പോൾ നമുക്ക് ലെജൻഡർ പോളിനോമിയൽസ് കിട്ടണം. അതിനെയാണ് നമ്മൾ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയാം. സോ ഇവിടെ നമ്മൾ നോക്കാം, 1/√(1 - 2xt + t²). ഇതാണ് ലെജൻഡർ പോളിനോമിയൽസിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ പോളിനോമിയൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാണ്. 1 - 2xt + t² ഹോൾ റേസ് ടു -1/2 വെച്ചിട്ട് നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ടീയിലുള്ള ഒരു പോളിനോമിയൽ കിട്ടും. അവിടെ കുറെ കോയിഫിഷ്യൻസ് ഉണ്ടാവും. ആ കോയിഫിഷ്യൻസ് നമ്മുടെ P0, P1, P2, P3 ഒക്കെ ആയിട്ടാണ് വരിക. അതുകൊണ്ട് നമ്മൾ പറയും ഈ ഫംഗ്ഷന് LHSലുള്ള ഈ ഫംഗ്ഷന് നമ്മൾ പറയും ദിസ് ഇസ് ദ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ദ ലെജൻഡർ പോളിനോമിയൽ. Because when we expand it, when we write it series, the coefficients happens to be the legender polynomial. നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടീയില് നമുക്കൊരു സീരീസ് കിട്ടും. അതിന്റെ കോയിഫിഷ്യൻസ് ഒക്കെ ലെജൻഡർ പോളിനോമിയൽ ആണ്. ഇൻ ജനറൽ T⁻n കോയിഫിഷ്യൻ വിൽ ബി nth ലെജൻഡർ പോളിനോമിയൽ ഓർ ലെജൻഡർ പോളിനോമിയൽ ഓഫ് ഡിഗ്രി n. അതുകൊണ്ട് നമ്മൾ ഈ ഫംഗ്ഷനെയാണ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ ജനറേറ്റിംഗ് ഫംഗ്ഷൻ വെച്ചിട്ട് ചെറിയ ചെറിയ പ്രോബ്ലംസ് ചിലപ്പോൾ പാർട്ട് എയിൽ ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇത് ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്. യൂസിംഗ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഷോ ദാറ്റ് Pn of 1 = 1. Pn of 1 എന്ന് പറഞ്ഞാൽ Pn represent legender polynomial. So Pn of x ആണ് legender polynomial. അവിടെ x ന് 1 കൊടുക്കുമ്പോൾ Pn of 1 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്.
സോ നമ്മൾ ഈ ജനറേറ്റിംഗ് ഫംഗ്ഷന്റെ ഈ ഫോം നിങ്ങൾ പഠിക്കുക. ഇറ്റ് ഈസ് 1 by square root of 1 minus 2xt plus t square and it is equal to p naught of x, first p naught constant, plus p1 of x t plus p2 of x t square plus etc. pn of x t power n plus etc. So this is a series in t. ഇവരുടെ കോയിഫിഷ്യൻസ് ഒക്കെ എന്താ? ഇവരുടെ കോയിഫിഷ്യൻസ് ആണ് ലെജൻഡർ പോളിനോമിയൽസ്. അപ്പൊ നമുക്ക് ഇവിടെ x equal to 1 ആ വേണ്ടേ, pn of 1. So you put x equal to 1 in the above equation. So what happens to the LHS? LHSലെ x ന് 1 കൊടുത്താൽ സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിലുള്ളതാണ് 1 minus 2t plus t square. So this is the expansion of a minus b whole square and expansion ആണ്. So we can write it as 1 minus t whole square. സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ നമുക്ക് 1 minus t whole square എന്ന് എഴുതാം. ഹോൾ റേസ് ടു 1 by 2 സ്ക്വയർ റൂട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നു. Okay. So you can see this 2 will get cancelled. 1 minus t നെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് എടുത്താൽ it becomes 1 minus t whole raised to minus 1. And its expansion is power series expansion ആണ് 1 plus t plus t square plus t cube plus etc. t raised to n plus etc. ഇതാണ് ഇതിന്റെ പവർ സീരീസ് എക്സ്പാൻഷൻ. LHS നമ്മൾ സോൾവ് ചെയ്ത് ഇതുവരെ എത്തി. ഇനി RHS നോക്കാം. RHSൽ നമ്മൾ 1 കൊടുത്തു. 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? RHS p naught of 1 plus p1 of 1 t1 plus p2 of 1 t square plus etc. pn of 1 t power n plus etc. So LHS and RHS are both power series in T with some coefficients. Coefficients ഉണ്ട്. രണ്ടും ടിയിലുള്ള പവർ സീരീസ് ആണ് LHSഉം RHSഉം with some coefficient. അപ്പൊ രണ്ട് പവർ സീരീസ് ഈക്വൽ ആവണമെങ്കിൽ their coefficients must be equal. So here we compare coefficients of t power n. So this is LHS. LHSൽ എന്താണ് t power n ന്റെ കോഎഫിഷ്യന്റ്? വൺ ആണ് അല്ലെ? 1. LHSൽ 1 ആണ്. RHSൽ എന്താ t power n ന്റെ കോഎഫിഷ്യന്റ്? pn of 1. So pn of 1. So comparing coefficient of t raised to n on both sides, we get pn of 1 equal to 1. രണ്ട് സീരീസ് ആണെങ്കിൽ രണ്ട് സീരീസും ഈക്വൽ ആണ്. അപ്പൊ അവരുടെ കോഎഫിഷ്യൻസ് ടി പവർ ന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടും pn at 1 equal to 1. അപ്പോൾ ജനറേറ്റിംഗ് ഫംഗ്ഷന്റെ കുറെ റിസൾട്ട്സ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. നമ്മൾ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്തിട്ട് കുറെ ഐഡന്റിറ്റീസും നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടാവും. ഇതാണ് അതിന്റെ ബേസ്. ഇതാണ് ഇതേ ഫോമിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് pn of 1 കിട്ടി. You have to remember this result. We can see one more question. Using generating function, show that pn of minus x is equal to minus 1 whole raised to n into pn of x. And hence deduce that. ഇതിന്ന് നമുക്ക് deduce ചെയ്യണം pn of minus 1 equal to minus 1 raised to n. ഡിഡക്ഷൻ വളരെ എളുപ്പമാണ് അല്ലെ? നമ്മളിത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡെഡ്യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ആണോ? നമ്മളിത് പ്രൂവ് ചെയ്തു എന്ന് ചോദിക്കുക. pn of minus x equal to minus 1 raised to n. pn of x നമ്മൾ പ്രൂവ് ചെയ്തു എന്ന് വെക്കുക. അത് കഴിഞ്ഞത് എങ്ങനെയാ ഡിഡക്ഷൻ എങ്ങനെയാ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? pn of 1 ആയിട്ടല്ലേ എടുക്കുന്നത്? അതെ. അപ്പൊ നമ്മള് ഇത് ഡിഡക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എക്സിന് 1 എന്ന് കൊടുത്താൽ മതി. എക്സിന് 1 എന്ന് കൊടുത്താൽ pn of minus 1 equal to minus 1 raised to n pn of 1 എന്നാ കിട്ടുക. pn of 1 ആണ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പ്രൂവ് ചെയ്തു. അപ്പൊ യു ഹാവ് ടു റിമെമ്പർ ഓൾസോ ദാറ്റ് റിസൾട്ട്. സോ pn of 1 ആയ കാരണം we can deduce it very easily. So first our aim is to prove this. Again generating function ആയ കാരണം ജനറേറ്റിംഗ് ഫംഗ്ഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ പ്രൂവ് ദാറ്റിനെ ഉണ്ടാവുള്ളൂ. ഓക്കെ. സോ വി ഹാവ് ടു യൂസ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. ഫോർമുല എഴുതാം. 1 by square root of 1 minus 2xt plus t square
is equal to p naught of x plus p1 of x t plus p2 of x t square plus etc. pn of x t power n plus etc. Okay. നമുക്കിവിടെ പി എൻ ഓഫ് മൈനസ് എക്സ് വേണം. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യണം? റീപ്ലേസ് എക്സ് ബൈ മൈനസ് എക്സ്. പി എൻ ഓഫ് മൈനസ് എക്സ് എന്താന്ന് വേണം. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു റീപ്ലേസ്മെന്റ് ചെയ്യുന്നു. എക്സിന് പകരം മൈനസ് എക്സ് കൊടുത്താൽ ഇവിടെ ഡിനോമിനേറ്ററിൽ സ്ക്വയർ റൂട്ടിന്റെ ഉള്ളില് 1 പ്ലസ് 2xt പ്ലസ് ടി സ്ക്വയർ ആവും. ആർ എച്ച് എസ് എക്സിന് പകരം മൈനസ് എക്സ് കൊടുക്കുക. സീരീസ്. ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ we replace t by minus t in equation 1. Equation 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറേറ്റിംഗ് ഫംഗ്ഷന്റെ ഇക്വേഷന്റെ ടിക്ക് പകരം മൈനസ് ടി കൊടുക്കും. അപ്പൊ ടിക്ക് പകരം മൈനസ് ടി കൊടുക്കുമ്പോഴും ഈ എൽ എച്ച് എസ് എന്താവും? സ്ക്വയർ റൂട്ടിന്റെ ഉള്ളില് 1 പ്ലസ് ആവും 2xt പ്ലസ് ടി സ്ക്വയർ തന്നെ വരും. ഓക്കെ. പിന്നെ ആർ എച്ച് എസിൽ വരുന്ന വ്യത്യാസം എന്താണ്? ടിക്ക് മൈനസ് ടി കൊടുക്കുമ്പോൾ പി നോട്ട് ഓഫ് എക്സ് ഒരു ടിക്ക് മൈനസ് ടി ആയി. സോ മൈനസ് പിന്നെ പ്ലസ് ഓൾട്ടർനേറ്റ് പ്ലസ് മൈനസ് അങ്ങനെ വരും. പി എൻ ഓഫ് എക്സ് നമ്മൾ എഴുതുമ്പോൾ പി എൻ ഓഫ് എക്സ് ടി റേസ് ടു എൻ ആയിരുന്നു. ടിക്ക് മൈനസ് വി റീപ്ലേസ് ടി ബൈ മൈനസ് ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ടി ഹോൾ റേസ് ടു എൻ കിട്ടും. മൈനസ് ടി ഹോൾ റേസ് ടു എന്നിനെ എനിക്ക് എങ്ങനെ എഴുതാം? മൈനസ് 1 ഹോൾ റേസ് ടു എൻ ഇൻറ്റു ടി റേസ് ടു എൻ എന്ന് എഴുതാം. ഇവിടെ ടി റേസ് ടു എൻ ഉണ്ട്. ഓക്കെ. നോട്ടിൽ എഴുതിയാല് കറക്റ്റ് ചെയ്യോ? ഇവിടെ ടി റേസ് ടു എൻ ഉണ്ട്. സോ മൈനസ് 1 ഹോൾ റേസ് ടു എൻ പി എൻ ഓഫ് എക്സ് ഇൻറ്റു ടി റേസ് ടു എൻ എന്ന് നമുക്ക് കിട്ടും. പ്ലസ് എക്സെട്ര. നമ്മൾ നോക്കുമ്പോൾ ഇക്വേഷൻ 2, 3 കിട്ടി. ഇക്വേഷൻ 2 കിട്ടിയത് 1ല് വി റീപ്ലേസ് എക്സ് ബൈ മൈനസ് എക്സ്. 3 കിട്ടിയത് ഇക്വേഷൻ 1ല് വി റീപ്ലേസ് ടി ബൈ മൈനസ് ടി. ബട്ട് വി സീ ദാറ്റ് എൽ എച്ച് എസ് ഓഫ് ദീസ് ടു ഇക്വേഷൻസ് ആർ സെയിം. രണ്ടിന്റെയും എൽ എച്ച് എസ് സെയിം ആണ്. എക്സിനെ മൈനസ് എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്തും ടീനെ മൈനസ് ടി കൊണ്ട് റീപ്ലേസ് ചെയ്തപ്പോ കിട്ടിയതും രണ്ട് സീരീസിന്റെയും എൽ എച്ച് എസ് ആർ സെയിം. സോ വി ക്യാൻ കമ്പയർ ദ ആർ എച്ച് എസ്. ആർ എച്ച് എസും അപ്പൊ എന്തായാലും സെയിം ആയിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പി നോട്ട് ഓഫ് മൈനസ് എക്സ് പ്ലസ് പി വൺ ഓഫ് മൈനസ് എക്സ് ടി പ്ലസ് എക്സെട്ര ദിസ് ഇസ് ഈക്വൽ ടു ദിസ് എന്ന് കിട്ടി. രണ്ടൊന്നും അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ടി റേസ് ടു എന്നിന്റെ കോയിഫിഷ്യന്റ് കമ്പയർ ചെയ്യാം. ഫസ്റ്റ് സീരീസിൽ ടി റേസ് ടു എന്നിന്റെ കോയിഫിഷ്യന്റ് ആണ് പി എൻ ഓഫ് മൈനസ് എക്സ്. സെക്കൻഡ് സീരീസിൽ ടി റേസ് ടു എന്നിന്റെ കോയിഫിഷ്യന്റ് ആണ് മൈനസ് 1 ഹോൾ റേസ് ടു എൻ ഇൻറ്റു പി എൻ ഓഫ് എക്സ്. സോ വി ഗോട്ട് പി എൻ ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് 1 ഹോൾ റേസ് ടു എൻ പി എൻ ഓഫ് എക്സ്. നല്ല റിസൾട്ടും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. പി എൻ ഓഫ് മൈനസ് എക്സ് മൈനസ് 1 ഹോൾ റേസ് ടു എൻ പി എൻ ഓഫ് എക്സ്. സോ നമുക്ക് ഈ റിസൾട്ട് കിട്ടി. ഇവിടെ നമ്മൾ എക്സിന് 1 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് പി എൻ ഓഫ് മൈനസ് 1 ഈക്വൽ ടു മൈനസ് 1 ഹോൾ റേസ് ടു എൻ പി എൻ ഓഫ് 1 കിട്ടും. പി എൻ ഓഫ് 1 ആണ്. സോ വി ഹാവ് ദിസ് റിക്വയർഡ് റിസൾട്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമുക്ക് റോഡ്രിഗസ് ഫോർമുല ജനറേറ്റിംഗ് ഫംഗ്ഷൻ അതിൻ്റെതാണ് നമ്മൾ പഠിച്ചത്. എസ് എ ക്വസ്റ്റ്യൻ ആണ് ഞാൻ മുന്നേ പറഞ്ഞത്. Legendre equationന്റെ solution which are bounded at x equal to 1 are precisely the constant multiple of the Legendre polynomial. ഇങ്ങനെ വേർഡ് ആയിട്ടാണ് ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കുക. പാർട്ട് ബിയിലും ചോദിക്കാം, എസ് എ ക്വസ്റ്റ്യനും ആവും. പിന്നെ ഇതുള്ളത് നമ്മൾ പ്രോബ്ലംസ് പറഞ്ഞത് പാർട്ട് എയിലത്തെ പ്രോബ്ലംസ് ആണ് പറഞ്ഞത്. ഓക്കെ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വി വിൽ സ്റ്റഡി ഹൗ ടു പ്രൂഫ് ദ റോഡ്രിഗസ് ഫോർമുല. റോഡ്രിഗസ് ഫോർമുലയുടെ പ്രൂഫും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. അതുവരെ നിങ്ങൾ ചെയ്യാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എസ് എ ക്വസ്റ്റ്യൻ ആണ്. അത് എഴുതി നോക്കുക, തന്നെ എഴുതി പഠിക്കുക. പിന്നെയുള്ള പ്രോബ്ലംസും നിങ്ങൾ തന്നെ ചെയ്യാം. റോഡ്രിഗസിന്റെ പ്രൂഫ് അത് കഴിഞ്ഞാൽ നമുക്ക് ഓർത്തോഗണാലിറ്റി ഉണ്ട്. ഓർത്തോഗണാലിറ്റി ഓഫ് ലെജൻഡർ പോളിനോമിയൽ. Then we have Legendre series. ഇതോടെ ഫസ്റ്റ് മൊഡ്യൂൾ കഴിയും. ഓക്കെ. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ചെയ്യാം.
എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ ചെയ്യാം.